എല്ലാവർക്കും ഷെജിലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ കട്ട്ലേറ്റ് ആണ്. സാധാരണ കട്ട്ലേറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള സൂപ്പർ കട്ട്ലേറ്റ് ആണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. 3 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ അവിൽ സോക്ക് ചെയ്തത് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂനട്ട് ചെറുതായി കട്ട് ചെയ്തത്, ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. കട്ട്ലേറ്റിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാൻ ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച അവിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏലക്ക പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏലക്ക പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കോഴിമുട്ടയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ മിക്സിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇനി ഇത് ഓരോന്നും ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോഴെല്ലാം ഞാൻ ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി കട്ട്ലേറ്റ് കോഴിമുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുത്ത് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഓരോ കട്ട്ലേറ്റും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലേറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ഓയിലിൽ നിന്നും മാറ്റാം. ഇപ്പോൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നേന്ത്രപ്പഴം അവലും കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം. അവലിന് പകരം നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും നമുക്ക് കാണാം.